ഇന്ന് ആഗോള സഭയിൽ പന്തക്കുസ്ത തിരുനാൾ ആചരിക്കുന്ന ഈ ദിനത്തിൽ തന്നെയാണ് വിശുദ്ധ മറിയം ത്രേസ്യായുടെ തിരുനാളും ആചരിക്കുക. പ്രത്യാശയുടെ തീർത്ഥാടകയായിട്ടുള്ള വിശുദ്ധ കന്യകയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. നിത്യതയുടെ ലോകത്ത് ലയിച്ചിട്ട് 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന്. 1926 ജൂൺ 8-ാം തീയതിയാണ് വിശുദ്ധ മറിയം ത്രേസ്യ ഇഹലോകവാസം വെടിഞ്ഞ് നിത്യതയിൽ ലയിച്ചിരിക്കുന്നത്. വിശുദ്ധിയുടെ പ്രഭ പ്രസരിപ്പിക്കുവാൻ ഏത് ജീവിതാന്തസ്സിലുള്ളവർക്കും സാധ്യമാണെന്ന് ജീവിതം വഴി തെളിയിക്കുവാൻ ജീവിതം അർപ്പിച്ച ആ കന്യക ജനിച്ചിട്ട് 150 വർഷം ആകുകയാണ് ഈ വർഷത്തിൽ. 1876 ഏപ്രിൽ 26-നാണ് വിശുദ്ധ മറിയം ത്രേസ്യ ജനിച്ചത്. തൻ്റെ 50 വർഷത്തെ ജീവിതം കൊണ്ട് കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കുവാൻ ആ പുണ്യവതി ജീവിതം മുഴുവനും സമർപ്പിച്ചു. ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നാമെല്ലാവരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യകൾ വഴിയായിട്ട് ഭൗതികമായിട്ടുള്ള വികസനം സാധ്യമാകുമ്പോൾ ദൈവിക ചിന്തകൾക്ക് അന്യം നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലൂടെ നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നു. ദാമ്പത്യ ബന്ധങ്ങൾ അനുദിനം ഉലഞ്ഞു പോകുന്ന അവസ്ഥ വർദ്ധിച്ചു വരുന്നു. മക്കള് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ രാസലഹരിക്ക് പോലും അടിമകളാകുന്നതിൻ്റെ അനന്തരഫലങ്ങൾ ഇന്ന് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അക്രമം, ലൈംഗിക ചൂഷണങ്ങൾ, ആത്മഹത്യകൾ, അപകടങ്ങൾ, പ്രതികാര പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറെ തിന്മ നിറഞ്ഞ അന്തരീക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് വിശുദ്ധ മറിയം ത്രേസ്യായുടെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയായിട്ട്, പ്രചോദനമായിട്ട് നിൽക്കുക. നമുക്കറിയാം, കുടുംബങ്ങളാണ് സഭയുടെ ആകട്ടെ, രാഷ്ട്രത്തിൻ്റെ ആകട്ടെ, സമൂഹത്തിൻ്റെ ആകട്ടെ, സംസ്കാരത്തിൻ്റെ ആകട്ടെ അടിസ്ഥാന ഘടകങ്ങൾ. അതുകൊണ്ടാണ് കുടുംബത്തെ വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ഗാർഹിക സഭ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കുടുംബ പ്രേക്ഷിതത്വം ജീവിതവ്രതമാക്കി എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധയെ കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നും കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ മാതൃക എന്നും വിശേഷിപ്പിക്കുന്നത്. ഈ പ്രേക്ഷിത തീഷ്ണതയാണ് തിരുക്കുടുംബ സന്യാസി സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ വിശുദ്ധയെ പ്രേരിപ്പിച്ചത്. 1914 മെയ് 14-ന് 111 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ മറിയം ത്രേസ്യ
ലളിതമായിട്ട് തുടക്കം കുറിച്ചതാണ് CHF സന്യാസി സമൂഹം. ലോകമെമ്പാടും ഇന്ന് ഈ സിദ്ധിയുമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് മദർ സുപ്പീരിയർ സിസ്റ്റർ ആനി കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള തിരുക്കുടുംബ സന്യാസി സമൂഹം. 3000-ലേറെ സന്യാസിനികള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സുത്യർഹമായിട്ടുള്ള ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത്. നമുക്കേറെ അഭിമാനമുണ്ട്. വിശുദ്ധ മറിയം ത്രേസ്യ കൊളുത്തിവെച്ച കുടുംബ പ്രേക്ഷിതത്വത്തിന്റെ ജ്വാല ഇന്ന് അവർ വഴിയായിട്ട് ലോകമെമ്പാടും ഉജ്ജ്വലിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കവരെ അഭിനന്ദിക്കാം. ഇന്ന് വിശുദ്ധ മറിയം ത്രേസ്യയുടെ സ്വർഗപ്രവേശനത്തിന്റെ 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കരഘോഷത്തോടുകൂടെ അവർ ചെയ്യുന്ന വലിയ ശുശ്രൂഷയ്ക്ക് നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാം. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ മറിയം ത്രേസ്യ ആത്മാവിലുള്ള ജീവിതമാണ്. ആത്മാവിന്റെ പ്രചോദനത്താൽ നിർവഹിച്ച ജീവിതമാണ് 50 വർഷങ്ങൾക്കുള്ളിൽ കാഴ്ചവെച്ചത്. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിലെ 19-ാം വാക്യത്തെ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ട്: ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിങ്ങൾ നിന്ദിക്കരുത്. ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അപ്രകാരം വിളിക്കപ്പെട്ട അപ്രകാരം ജീവിതം നയിക്കപ്പെട്ട ഒരു ധീര വനിതയുടെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുക. 5 ചൈതന്യത്തിലെ ഊറിയ സുഹൃത്തുക്കള് ജീവിതത്തിൽ പ്രകടമാക്കിയവളാണ്. ഒന്നാമത്തേത് വിശുദ്ധ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശുദ്ധ മറിയം ത്രേസ്യ കർത്താവിന്റെ ശക്തമായിട്ടുള്ള കരത്തെങ്കിൽ താഴ്മയോടുകൂടെ നിന്നു. അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളുമെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് അവൾ സന്നദ്ധയായി. ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോഴ് സർവലോകത്തിൻ്റെയും മാതൃകയായിട്ട് വിശുദ്ധ മറിയം ത്രേസ്യയെ സഭ പ്രഖ്യാപിക്കാനായിട്ടിടയായി. ഇന്ന് സ്വാർത്ഥതയുടെയും തന്നിഷ്ടത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വലിയ സ്വാധീനങ്ങൾ എല്ലാ തലങ്ങളിലും പ്രസരിക്കുമ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ താഴ്മയോടുകൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ ആയിരിക്കുവാൻ വിളിക്കപ്പെടുകയാണ്. ആത്മാവിൻ്റെ ചൈതന്യത്തോടുകൂടെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയും. രണ്ടാമത്തെ തലത്തിലേക്ക് ഉയരുമ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തെ കാണുന്ന മറ്റൊരു കാര്യമാണ് സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തെ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പ്രയത്നങ്ങള് കർത്താവിന് അർപ്പിക്കുക, നിന്റെ പദ്ധതികള് ഫലമണിയും. ദൈവത്തിനായി വിളിക്കപ്പെട്ട നാം ദൈവത്തിന്റെ മഹത്വത്തിന്, സഹോദരങ്ങളുടെ നന്മയ്ക്ക് പ്രഥമസ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അതുകൊണ്ട് തന്നെയാണ് പാവങ്ങളിലേക്കും വേദനിക്കുന്നവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ അവളെ പ്രേരിപ്പിച്ചത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പാടുപീഡകൾക്ക് വിധേയമായപ്പോഴും പരിഹാസങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും വിധേയമായപ്പോഴും തൻ്റെ പ്രയത്നങ്ങൾ കർത്താവിന് സമർപ്പിച്ചാൽ അത് ഫലമണിയുമെന്നുള്ള ബോധ്യത്തോടുകൂടെ പൂർണ്ണമായിട്ടും കർത്താവിനെ സമർപ്പിക്കുവാനായിട്ട് സന്നദ്ധമായി.
നമ്മുടെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതമാണ് സ്വന്തം ജീവിതത്തിലൂടെ നിറവേറ്റപ്പെടേണ്ടതെന്ന് വിശുദ്ധ മറിയം ത്രേസ്യ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ചൈതന്യം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഒരുപാട് പാടുപീടകള്, ഒരുപാട് പരീക്ഷണങ്ങള്, ഒരുപാട് പൈശാചികമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അവിടെയൊക്കെ ധീരതയോടുകൂടെ കർത്താവിന്റെ ഹിതത്തിനു പൂർണ്ണമായിട്ട് വിധേയപ്പെടാൻ കഴിഞ്ഞത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ കർത്താവിന്റെ കരങ്ങളിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൾ വന്നു. ശാന്തശീലനും വിനീതഹൃദയനുമായ കർത്താവിന്റെ പക്കൽ വന്ന് കർത്താവിനോടൊപ്പം കുരിശുകൾ വഹിക്കാൻ സന്നദ്ധമായി, കർത്താവിനോടൊപ്പം മുഖം വഹിക്കാനായിട്ട് സന്നദ്ധമായി. അതുകൊണ്ട് അവൾക്ക് ആശ്വാസം ലഭിക്കാനായിട്ടിടയായി. കാരുണ്യത്തിന്റെ മാതൃകയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലെ 36-ാം വാക്യത്തെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മ ഓർമ്മിപ്പിച്ചതുപോലെ ഈ എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ദീനം ബാധിച്ചവര്, മരണാസന്നരായര്, രോഗികള്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, അവരിലൊക്കെ ക്രിസ്തുവിന്റെ മുഖം കാണാനായിട്ട് വിശുദ്ധ മറിയം ത്രേസ്യയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ആവർത്തിച്ച് വിശുദ്ധ പറഞ്ഞത്, ആരോരുമില്ലാത്തവർക്ക് ഉപകാരം ചെയ്താൽ അതിന് കിട്ടുന്ന പ്രതിഫലം അവർണ്ണനീയമായിരിക്കുമെന്ന്. അതിന് ജീവിത സാക്ഷി തന്നെയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അന്ന് പലരും കുറ്റപ്പെടുത്തിയെങ്കിലും, പരിഹസിച്ചെങ്കിലും, ഒറ്റപ്പെടുത്തിയെങ്കിലും ഇത് ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി ആരോരുമില്ലാത്തവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ക്രിസ്തുവിന്റെ മുഖം കണ്ട് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് ആ ധീര വനിത മുൻപന്തിയിലായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന നായികമാരിൽ ഒരുവളായിട്ട് വിശുദ്ധ മറിയം ത്രേസ്യയെ നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് അവർക്ക് അക്ഷരജ്ഞാനം പകർന്നു കൊടുക്കാനായിട്ട്, കലാലയങ്ങൾ സ്ഥാപിക്കാനായിട്ട് തുടക്കം കുറിച്ചവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ മാത്രമല്ല, വിജ്ഞാന ലോകത്ത് ദരിദ്രരായിട്ടുള്ളവരെ കൈപിടിച്ചുയർത്തുവാൻ വിശുദ്ധ മറിയം ത്രേസ്യ മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ മലയാളക്കരയിലെ നവോത്ഥാന നായികമാരിൽ ഒരുവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് പ്രചോദനമേകി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ തൻ്റെ 50 വർഷത്തെ ജീവിതത്തിനുള്ളിൽ വിശുദ്ധ മറിയം ത്രേസ്യ പെൺകുട്ടികളെ പ്രചോദിപ്പിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, ആത്മാവിൽ പ്രചോദിതരായിട്ട് നമുക്കും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകാം. ഇന്നീ പന്തക്കൊസ്താ തിരുനാൾ ദിനത്തില് നാം വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മിലുള്ള ആത്മാവിന്റെ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. തിമോത്തിയോസിനോട് അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിനക്ക് കിട്ടിയ കൃപാവരം അനുദിനം ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. എന്തെന്നാൽ
ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നീ സ്വീകരിച്ചിരിക്കുന്നത്, ആത്മനിയന്ത്രണത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവിനെയാണ് നീ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ നീ ലജ്ജിക്കാനായിട്ടിടയാകരുത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തില് 5-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നീ സന്നദ്ധമായാൽ നിനക്കെപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കാനായിട്ട് കഴിയും. അതിന് വിശുദ്ധ മറിയം തെരേസയെ പോലെ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ, അങ്ങനെ യേശു ക്രിസ്തുവിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം നിറവേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. പ്രിയമുള്ളവരെ, നമുക്കും പരിശ്രമിക്കാം. നമ്മിലുള്ള ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ നിർവീര്യമാക്കാതെ കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തെങ്കിൽ താഴ്മയോടെ നിന്ന് നമ്മുടെ പ്രയത്നങ്ങൾ അവിടുത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ആശ്വാസം ലഭിച്ച് കാരുണ്യമുള്ളവരായിട്ട് വർത്തിച്ച് എപ്പോഴും സന്തോഷത്തോടുകൂടെ വർത്തിക്കാൻ വിശുദ്ധ മറിയം തെരേസയുടെ മാധ്യസ്ഥ സഹായം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെയും ഈ പന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ തന്നെ സാർവത്രിക സമാഘോഷിക്കുന്ന വിശുദ്ധ മറിയം തെരേസയുടെയും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദ്യമായിട്ട് ഞാൻ നേരുന്നു. വിശുദ്ധ മറിയം തെരേസയുടെ മാധ്യസ്ഥ സഹായത്താൽ നമുക്ക് ആത്മാവിലുള്ള ജീവിതം കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാൻ ഇടവരട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് ഈശോ മിശിഹായ്ക്ക് എപ്പോഴും